മുത്ത് കോളേജിലേക്ക് തിരിച്ചു പോകുന്നതിൻ്റെ ഒരുക്കങ്ങളൊക്കെയാണ്. സന്ധ്യയ്ക്ക് അപ്പവും അതുലും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവർ 3 പേരും കൂടിയാണ് തിരിച്ചു പോകുന്നത്. ജാനിക്കുട്ടിയും കൂക്കും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. കുറേ നേരം കളിയും ചിരിയും വർത്താനം പറച്ചിലും ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ഉറങ്ങാൻ പോയി. അപ്പോൾ ഞാൻ മുത്തിന് കൊടുത്ത് വിടാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു. മുത്ത് വന്നതും ഒരു വെളുപ്പിനെയാണ്, തിരിച്ചു പോകുന്നതും വെളുപ്പിനെയാണ് കേട്ടോ. അതുകൊണ്ട് മോനുകുട്ടൻ കണ്ടിട്ടില്ല. കാണാതിരിക്കുന്നതാണ് എനിക്ക് നല്ലത്. അല്ലെങ്കിൽ പിന്നെ അവനെ സമാധാനിപ്പിച്ച് ഞാൻ വശം കെട്ടു പോവും. 4 മണി കഴിയുമ്പോഴത്തേക്ക് അവരിറങ്ങും. 5:30ക്കുള്ള ട്രെയിനിനാണ് അവർ എറണാകുളത്തോട്ട് പോകുന്നത്. എറണാകുളത്തു നിന്നാണ് ബാംഗ്ലൂർക്കുള്ള ട്രെയിൻ കിട്ടിയേക്കുന്നത്. അപ്പോൾ ചായയൊക്കെ ഇട്ട് കൊടുത്തു. ചായയൊക്കെ കുടിച്ചിട്ട് മുത്ത് റെഡിയായി പോകാൻ ഇറങ്ങുവാണ്. നമുക്ക് ഇവിടുന്ന് ഒരു 10-45 മിനിറ്റ് വേണം ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്താൻ വേണ്ടിയിട്ട്. യൂണിഫോം ഒക്കെ സ്റ്റിച്ച് ചെയ്ത് കിട്ടിയത് കൊണ്ട് അധികം വേറെ ഡ്രസ്സൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞു. പിന്നെ എന്തോ ഈ വാരി കെട്ടി വെച്ചേക്കുന്നതെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ഒരു ബ്ലാങ്കറ്റ് എടുത്തിട്ടുണ്ട്. ബാംഗ്ലൂരെ തണുപ്പ് അമ്മ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല, സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ അവിടുന്നേ വിളിച്ച് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് ബ്ലാങ്കറ്റ് നമ്മൾ അധികം യൂസ് ചെയ്യാതെ മടക്കി പൊടി പിടിച്ചൊക്കെ ഇരിക്കുമായിരുന്നു കേട്ടോ. അതെല്ലാം മേനക്കെട്ട് ഒരു ദിവസം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ഉണക്കി മടക്കി വെച്ചിരിക്കുകയായിരുന്നു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് അവർക്ക് ഫസ്റ്റ് സെമ്മിൻ്റെ എക്സാം ഡേറ്റ് ഒക്കെ ആവും. എക്സാമൊക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസം ലീവ് ഉണ്ടെങ്കിൽ ഞാനിങ്ങ് വരാം അമ്മേന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയേക്കുന്നത്.